ഹലോ ഹായ് അസ്സലാമലൈക്കും. ഞാനിന്ന് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വറുത്ത പൊടി ഉപയോഗിച്ചാണ് പാലപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 സ്പൂണ് വറുത്ത പൊടിയും 1 സ്പൂണ് റവയും ചേർത്ത് ഞാനൊന്ന് കപ്പി അയച്ചെടുത്തു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂട്ടി ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. പിന്നെ നമ്മൾ വറുത്ത പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, പച്ചവെള്ളത്തിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ അരച്ച ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളത് അടിച്ച് വെച്ചു. പിന്നെ ബീഫ് ആണ് ഇന്ന് രാവിലെ വാങ്ങിച്ചത്, പാലപ്പത്തിന് ബീഫ്. പിന്നെ കുറച്ച് തേങ്ങാച്ചോറും വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ സവാള എല്ലാം അരിഞ്ഞു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. കുക്കർ ചൂടായി കഴിഞ്ഞപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊരു 2-3 ഫിസിലടുപ്പിക്കുക. അപ്പം നന്നായിട്ട് വാടി വരും, അല്ലെങ്കിൽ കുറേ ടൈം പോകും. അത് കാരണം അതിലിട്ട് നന്നായിട്ട് 2-3 ഫിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ സവാള നന്നായിട്ട് വാടിക്കിട്ടും. പിന്നെ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം വറുത്തിട്ട് നമ്മളിതും കൂടി മിക്സ് ചെയ്ത് ബീഫും ഇട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ചു. ഒരു 4-5 ഫിസിലടിച്ച് കഴിയുമ്പോൾ കുക്കർ ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിക്കറി റെഡിയായി. പാലപ്പത്തിൻ്റെ കൂടെയാണ് ഇറച്ചിക്കറി രാവിലത്തേക്ക്. പിന്നെ പാലപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, നല്ല പോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. വറുത്ത പൊടിയും കൊണ്ട് ഉണ്ടാക്കിയ മാവാന്ന് പറയില്ല കേട്ടോ, നല്ല അടിപൊളി അപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ബീഫ് കറിയുടെ കൂടെ നമുക്ക് അപ്പം ഒന്ന് കഴിച്ചിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ തേങ്ങാച്ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ചിട്ട് ഞാൻ പാല് പിഴിയാനുള്ളതുകൊണ്ട് ഇങ്ങനെ കുത്തി ചതച്ചെടുക്കും. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഈ പാത്രത്തിൽ ഒരു 3/4 പാത്രമാണ് അരി എടുത്തത്. അപ്പോൾ 2.5 പാത്രമാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് കുക്കറിലാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറ്. അപ്പോൾ കുക്കറിലേക്ക് സവാളയും മറ്റേ മസാലക്കൂട്ടും ഇട്ട് കറിവേപ്പിലയിട്ട് വഴറ്റിയെടുത്തു. അതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി വെച്ചതും കൂടി മിക്സ് ചെയ്ത് ഒരു 3 വിസിലടിച്ചാൽ മതി. കുക്കർ പിന്നെ അടച്ച് വയ്ക്കുക. ആവിയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം തുറക്കുക. ചോറ് നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ഒട്ടിപ്പിടിക്കാതെ നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കണം. പരിപ്പ് കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചിക്കറിയായി. അപ്പോഴത്തേക്കും എൻ്റെ മോന് ട്രോഫിയെല്ലാം പറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അവരെന്തോ കളിയുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന ട്രോഫികളെല്ലാം പറക്കിക്കൊണ്ടുപോയി. ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങി പെര തുടയ്ക്കലും അടിക്കലും വാരലൊക്കെയാണ്. തുടച്ചിട്ട് വേണം എനിക്ക് ഷോപ്പിൽ പോകാൻ ഇനി. അതുകൊണ്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചോറ് കഴിച്ചിട്ട് ഷോപ്പിലേക്ക് പോകണം.